ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഊണിൻ്റെ കറി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടിയത് കരിമീനുണ്ട്, കറുവപ്പുണ്ട്, ചെറിയ പാണം വെള്ളത്തിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വാല് വെട്ടി, പിന്നെ സൈഡിൽ മുള്ളൊക്കെ വെട്ടി, അപ്പുറത്തെ സൈഡിൽ മുള്ള വെട്ടി നമുക്കത് കല്ലിലിട്ട് നന്നായിട്ട് തേച്ച് എടുക്കാം. ചെറിയ പാണം വെള്ളത്തി ആയതുകൊണ്ടിട്ടാണ് നമ്മൾ കല്ലിലിട്ട് തേച്ച് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ചെത്തിയെടുക്കാം. വലിയ കരിമീനൊക്കെ ആണെങ്കിൽ ഞാനിവിടെ കത്തി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുക ചെയ്യണം കേട്ടോ. ഇത് ചെറിയ പാണം വെള്ളത്തി ആയതുകൊണ്ടിട്ട് കല്ലുമേൽ നല്ല പോലെ തേച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അത് വൃത്തിയാവും കേട്ടോ. പിന്നെ നമുക്ക് കത്തി കൊണ്ടിട്ട് അതിൻ്റെ തലയും അതിൻ്റെ ഉള്ളിലെ കുടൽ ഭാഗങ്ങളും അഴുക്കുകളും എല്ലാം നമുക്ക് വൃത്തിയായിട്ടെടുക്കാവേ. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊന്നും നമുക്ക് പുറത്ത് കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ താറാവുണ്ട്, കോഴിയുണ്ട്, അവർ കഴിച്ചോളും. അവർക്കും ആ ഒരു നേരത്തെ ആഹാരമാകുമല്ലോ. അപ്പോൾ വേസ്റ്റ് നമുക്ക് പുറത്ത് കളയാൻ വേണ്ട. എന്നിട്ട് ആ കത്രിക കൊണ്ട് അതിൻ്റെ വയർ ഭാഗത്തിൻ്റെ അവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെയുള്ള ആ അഴുക്ക് അങ്ങോട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ കരിമീൻ വൃത്തിയാകും. അപ്പോൾ നമുക്കിത് തേങ്ങ അരയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അരമുറിയിൽ ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ചിരണ്ടി എടുത്തു കേട്ടോ. നമുക്ക് ചിരവ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അത് ചിരണ്ടി എടുത്തു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാവേ. പിന്നെ നമുക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ട് എടുക്കുക. അല്ല, ഇവിടെ കിട്ടിയിരിക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ എന്നോട് തന്നെ ഞാൻ പറഞ്ഞതാണ്. മാത്രമല്ല, നമുക്കിവിടെ എരിവ് വേണ്ട, അത്യാവശ്യം എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും എരിവ് വേണം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ അരയ്ക്കാനുള്ള പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മളെല്ലാം തേങ്ങയും മസാലക്കൂട്ടുകളും എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് ഒഴിക്കാം. അപ്പം നല്ല അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. ഒരു കുറുകും ഭാഗത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ കരിമീനൊക്കെ ആയതുകൊണ്ടിട്ട്, ചെറിയ മീനും കൂടെ ആയതുകൊണ്ടിട്ട് അതിൽ നന്നായിട്ട് പുളി പിടിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് കരിമീൻ പൊള്ളിച്ചാണെങ്കിലും വയ്ക്കാം. അത് വലിയ കരിമീനൊക്കെ പൊള്ളിച്ച് വയ്ക്കാം. ചെറിയതാണെങ്കിൽ നമുക്ക് ഇതുപോലെ അരപ്പ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കരിമീൻ നല്ല രീതിയിൽ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് അത് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് കറിയാക്കാം. ആദ്യം ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് കുടംപുളി ഇട്ട് അതിലേക്ക് അരപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള അരപ്പ് കൂടെ അതിലേക്ക് പോകുന്നുള്ളൂ. ഞങ്ങളുടെ പാറു വന്ന് ഒച്ചയാട്ടോ. ആ ഡോറിൽ നെറ്റ് ഡോറായതുകൊണ്ടിട്ട് പാറു ഇങ്ങനെ തല്ലി തരും. പാറു എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ പൂച്ചേനെ കേട്ടോ. അപ്പോൾ നമുക്ക് ജാറ് നല്ല രീതിയിൽ കഴുകി അതിൽ വൃത്തിയായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ചട്ടിയും ആ അരപ്പും കൂടെ നമുക്ക് അതിലേക്ക് വയ്ക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചത് നമുക്ക് ആ അരപ്പിലേക്ക് ചേർത്താം. അരപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെച്ച 3 പച്ചമുളക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എരിവുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നല്ല അത്യാവശ്യം എരിവ് വേണം ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് 3 പച്ചമുളകും ഞാൻ അതിലേക്ക് ചേർത്തു കേട്ടോ. നന്നായിട്ട് അത് അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ മുളകൊക്കെ അത്യാവശ്യം അതിലേക്ക് അരപ്പിലേക്ക് പിടിച്ചോളും.
പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ 3 ടീസ്പൂൺ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയായി വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും മാത്രമേ മീൻ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ല പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ച് ആ മീനിലേക്ക് പെട്ടെന്നാവും. പച്ച മീനായതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള കാറുപ്പും ചെറിയ പാണം വെള്ളത്തിൽ ഞാൻ വറുക്കാനായിട്ട് വെച്ചു. അപ്പോൾ ശരി കറി റെഡി ആയിട്ടോ. അപ്പോൾ ചേട്ടനും മക്കൾക്കൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാൻ ഒരു കരിമീനും എടുത്തു, ചാറൊഴിച്ചു, എൻ്റെ ഫേവറേറ്റ് മാങ്ങാച്ചാർ എടുത്തു, പാണം വെള്ളത്തിൽ വറുത്തതും എടുത്തു. അപ്പോൾ